മഹാദേവന്റെ കാണാക്കാഴ്ചകളുടെയും ആനയോട്ടത്തിൻ്റെയും ലഹരിയും രസവും ആസ്വദിച്ച് അടുത്ത ഊഴക്കാരനെ തേടുന്നതിനിടെ വീണ്ടും എത്തിപ്പെടുന്നത് മറ്റൊരു മരണശയ്യയിലേക്ക്. കഴിഞ്ഞ 15 ആണ്ടുകളായി തൃശൂർ പൂരത്തിൻ്റെ തിടമ്പുമേറ്റ് വിരാജിച്ച പാറമേക്കാവ് ശ്രീപരമേശ്വരൻ്റെ അന്ത്യനിമിഷങ്ങളും പിന്നെ ആ ഞെട്ടറ്റു വീടിലും ഒറ്റ മനസ്സോടെ ഒരു നാട് മുഴുവൻ രാജോചിതമായി നൽകിയ യാത്രയയപ്പും എല്ലാം ക്യാമറയിലാക്കിയപ്പോൾ, പ്രേക്ഷകർക്കായി പങ്കുവച്ചപ്പോൾ അത് E4 എലിഫൻറ്റിൻ്റെ നാഴ്വഴികളിലെ തന്നെ നാഴികക്കല്ലായി മാറി. ആനക്കമ്പക്കാരായ വരും തലമുറയ്ക്ക് വേണ്ടി വേദനയോടെയെങ്കിലും അഭിമാനത്തോടെ സമർപ്പിച്ച ഒരു ചരിത്രരേഖ. പരമേശ്വര എടാ എന്നുള്ള പാപ്പാൻ ഗോപിയുടെ കരച്ചിൽ നെഞ്ചു പൊടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച ആനപ്രേമിയായ തൃപ്പൂണിത്തുറക്കാരൻ വിനയൻ. ഒരാന ചത്താലും അതിത്ര വലിയ സംഭവമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും ശരിക്കും കരഞ്ഞുപോയെന്നും തുറന്നു പറഞ്ഞ ചലച്ചിത്ര നിർമ്മാതാവ് രഞ്ജിത്ത്. അങ്ങനെ പാറമേക്കാവ് പരമേശ്വരൻ്റെ ചരമക്കുറിപ്പിനോട് പ്രേക്ഷക ലോകത്തിൻ്റെ പ്രതികരണം എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. ആദ്യ എപ്പിസോഡിൽ ബീഹാറിൽ നിന്നും ഞാറ്റുവേലയുടെ നാട്ടിലെത്തി വില്ലാളി വീരൻ വീരശൂര മാർത്താണ്ഡനായി കത്തിക്കയറുകയും പിന്നെ തൃശൂർ പൂരത്തിൻ്റെ തങ്കത്തിടമ്പ് ശിരസിലേന്തി ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് ഉയരുകയും ചെയ്ത പരമേശ്വരൻ ഒടുവിൽ തൻ്റെ മരണം കൊണ്ട് ലോകത്തെവിടെയുമുള്ള ആനക്കമ്പക്കാരായ മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ഏറ്റവും മികച്ച ഒരു ജോഡി കൊമ്പുകൾക്കുടമയെന്ന മട്ടിൽ ഒരു വേള ആനപ്രേമികളുടെ മുഴുവൻ കണ്ണും മനസ്സും കവർന്ന എറണാകുളം ശിവകുമാർ. ഒടുവിലവൻ പഴുത്തഴുകി ഇളകിയാടുന്ന കൊമ്പുമായി തൃശ്ശൂരിലെ കൊക്കർണിപ്പറമ്പിൽ പ്രാണന്റെ ഓരോ അണുവിലേക്കും പടരുന്ന വേദനയുമായി കൊമ്പ് കുത്തി പിടയുമ്പോൾ വേദന എന്ന 3 അക്ഷരങ്ങൾക്ക് അപ്പോൾ ലോകത്തെ മറ്റെന്തിനേക്കാളുമേറെ ഭാരമുണ്ടായിരുന്നു. ആന എന്ന വാക്കിന് ആവശ്യത്തിലധികം പര്യായപദങ്ങളുണ്ട്. കരി കലക്കാനും കളഭം കലക്കാനും ഒരു കുളത്തിലേക്ക് ആന ഇറങ്ങിയാൽ മാത്രം മതി. പക്ഷേ അധികമാരും അറിയാത്ത ദുഃഖമെന്നൊരർത്ഥം കൂടി ആന എന്ന വാക്കിനുണ്ടാവണം. പണ്ട് വിശാലമായ ചിറകുകൾ വിടർത്തി ലോകം മുഴുവൻ പറന്നു നടന്നിരുന്ന ആനകളെ ഏതോ ഒരു ശാപത്തിൻ്റെ പേരിൽ ചിറകുകൾ അരിഞ്ഞ് ഭൂമിയിലെ നിത്യദുരിതത്തിലേക്ക് തള്ളി വീഴ്ത്തിയ നാൾ മുതൽ ആരംഭിച്ച ആനകളുടെ ദുഃഖം ആനകളോടൊപ്പം നടക്കുന്നവരുടെ ജീവിതത്തിലേക്കും അറിയാതെ വ്യാപരിച്ചെന്നു വരും. ആനയോ കടുവയോ ആരടാ വലിയവൻ എന്ന ചോദ്യത്തിന് മുന്നിൽ സാധാരണഗതിക്ക് ആരും ഒരല്പം ചിന്തിച്ചു നിന്നേക്കാമെങ്കിലും ഞങ്ങളുടെ പതിവ് പ്രേക്ഷകർ ഒരു നിമിഷത്തിൻ്റെ ശങ്ക പോലുമില്ലാതെ ഒരേ സ്വരത്തിൽ കടുവയെന്ന് മറുപടി പറയുമെങ്കിൽ അതിന് കാരണക്കാരൻ അയാൾ മാത്രം, കടുവ എന്ന കടുവാ വേലായുധൻ. ഒരാന കയറിയാൽ പോരാ, പല ആന കയറണം, പലയാന കയറിയാൽ പോരാ, കൊലയാന കയറണം എന്ന വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ആനക്കാരൻ്റെ ജീവിതം കൊലയാനകളിൽ നിന്നും കൊലയാനകളിലേക്കുള്ള അന്തമില്ലാത്ത കൂടുമാറ്റങ്ങൾ, അത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ട്രപ്പീസ് കളിയല്ലാതെ മറ്റൊന്നുമല്ല. ആനയുടെ ചവിട്ടും കുത്തുമേറ്റ് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒടിഞ്ഞു നുറുങ്ങാതെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലില്ലാത്ത ആ നാവും മുറിച്ചിട്ടാലും മുറി കൂടുന്ന ചങ്കൂറ്റവും മാത്രമായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ കടുവയുടെ സംഭവബഹുലവും ഉദ്വേഗഭരിതവുമായ ജീവിതത്തിൽ 2 എപ്പിസോഡുകൾ കൊണ്ട് ഒന്നടുക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നെങ്കിലും ആനക്കാരൻ എന്ന പദത്തിന് ഇങ്ങനെയും ചില മാനങ്ങളുണ്ടെന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ന് ഏതൊരു ഉത്സവപ്പറമ്പിലേക്കും കടുവ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ കുശലാന്വേഷണങ്ങളും സ്നേഹവചസ്സുകളുമായി ആരാധകർ ചുറ്റും കൂടുമ്പോൾ പപ്രശയായ താടിയൊക്കെ എടുത്ത് കാര്യമായ താടി മോടിയിൽ തന്നെയാണ് വേലായുധൻ വിലസുന്നത്.